എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കണ്ടു കഴിയുമ്പോൾ ലഡു ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് ലഡു അല്ല, ചക്കപ്പഴം വെച്ചിട്ട് ഉണ്ട പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വരിക്ക ചക്കപ്പഴമാണ് വേണ്ടത്, കൂടച്ചക്കപ്പഴം പറ്റത്തില്ല. ഞാനിവിടെ കുറച്ച് വരിക്ക ചക്കപ്പഴം മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതടിക്കുമ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചുമ്മാ അങ്ങനെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ. വെള്ളമോ അതുപോലെ വേറെ ഒന്നും ചേർക്കണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി തേങ്ങ, ഒരു 1-2 കൈപ്പിടി തേങ്ങ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 7-8 ഏലക്കയും 1/2 ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർക്കുന്ന ബെല്ലമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആണി ബെല്ലം ഉണ്ടല്ലോ, അത് ഞാൻ ചുമ്മാ ഒരു ചെറിയ കത്തി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചീകി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചക്കപ്പഴത്തിന് നല്ല മധുരമുള്ളതായിരുന്നു, എന്നാലും ഉണ്ട പുഴുങ്ങി കഴിയുമ്പം കുറച്ച് മധുരം മുന്നിൽ നിന്നാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ബെല്ലം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇളക്കി നോക്കുകയാണ്. നമുക്ക് ഒരു ഉണ്ട ഉരുട്ടി എടുക്കാൻ പാകത്തിന് ഉള്ള പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ച് നോക്കുക. അങ്ങനെ കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇട്ട് കുഴച്ച് നോക്കിയിട്ട് ആ ഒരു പാകത്തിന് കിട്ടിക്കഴിയുമ്പം നമുക്ക് ഉണ്ട പോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുമ്പം ആ ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വരിക്ക ചക്കപ്പഴം തന്നെ വേണം. അതിനായിട്ട് ഞാൻ ഈ വരിക്ക ചക്കപ്പഴം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂഴ ചക്കപ്പഴം ആണെങ്കിൽ വെള്ളം കൂടുതലായിരിക്കുമല്ലോ, നനവൊക്കെ കൂടുതലായിരിക്കുമ്പോൾ കൂടുതൽ അരിപ്പൊടി ഇടേണ്ടി വരും. അപ്പോൾ ഉണ്ട പുഴുങ്ങി കഴിയുമ്പം ആ ഒരു ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടുകയില്ല. അരിപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ വരിക്ക ചക്കപ്പഴം ആകുമ്പോൾ അധികം വെള്ളമൊന്നുമില്ലല്ലോ, അപ്പം കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതിയാകും. അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ചക്കപ്പഴം കൂടുതലുള്ളത് കൊണ്ട് സോഫ്റ്റ്നെസ്സും ഉണ്ടാകും നല്ലപോലെ. അപ്പോൾ ഞാൻ കുറേ സ്പൂണ് വെച്ചിട്ട് കുഴച്ചെടുത്തു. ഇനിയിപ്പം കൈ വെച്ചിട്ട് കുഴയ്ക്കുന്നത് എളുപ്പമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഉണ്ട ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ട്. നമ്മൾ കുഴയ്ക്കണ പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ടു പോരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഞാനൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുളയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പം കുട്ടികളെ പറ്റിക്കാനൊക്കെ ആണെങ്കിൽ വേറെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടാൻ നേരത്തെ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഉരുട്ടാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ ഈ ഉരുട്ടണേൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൈയൊന്ന് നനച്ച് കൊടുത്താൽ മതി, അന്നേരം ഒട്ടിപ്പിടിക്കുകയില്ല. ഇത് ഈ ഉരുള ഉരുട്ടണേൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് തുടങ്ങുമ്പം ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് ഈ തട്ടയിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം അപ്പച്ചെമ്പ് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ആവി കയറ്റി വേവിക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടാകും. ഒരല്പം തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഈ പലഹാരം ഈ ചക്കപ്പഴത്തിൻ്റെ സീസണിൽ എല്ലാവരും ട്രൈ ചെയ്യണേ.